ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ട്രംപിനോട് കളിച്ചാൽ കളി ട്രംപ് അങ്ങോട്ട് പഠിപ്പിക്കും. ഇനി നെതന്യാഹുവിനോടാണെങ്കിൽ 1 മണിക്കൂർ കളിച്ചതാ, 15 മാസം താഴെ നിന്നതേയില്ല. പിന്നീട് കളിയൊന്ന് നിർത്തണേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ഈജിപ്തിനെയും ഖത്തറിനെയും ഒക്കെ സമീപിക്കേണ്ടി വന്നു, അമേരിക്കയെ അടക്കം. അങ്ങനെ 100 കണക്കിന് മധ്യസ്ഥ ചർച്ചകൾ, കരാറുകൾ, വിട്ടുവീഴ്ച മനസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഏതെല്ലാം രാജ്യങ്ങളുടെ കാല് പിടിച്ചു ഈ യുദ്ധമെന്ന് അവസാനിപ്പിക്കാൻ. ഇസ്രായേലികളായ ബന്ദികളെ മോചിപ്പിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ്. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ആരോപിച്ചിട്ടാണ് പുതിയ നടപടി. ഹമാസിന്റെ പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ സമ്പൂർണ്ണ ലംഘനമാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. എന്തിനും തയ്യാറായി നിൽക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബന്ദികളാക്കിയ എല്ലാവരെയും ശനിയാഴ്ചക്കകം തിരിച്ചയച്ചിട്ടില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതോടെ ഗാസ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലായിരിക്കുന്നു. ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. 3 ആഴ്ചയായി ഇസ്രായേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നു എന്നും ഹമാസ് ആരോപിക്കുന്നു. ഇതിനിടയിൽ ഗാസ അമേരിക്ക ഏറ്റെടുക്കും എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ വീണ്ടും പ്രതികരണവുമായി പ്രസിഡന്റ് ട്രംപ് വന്നിരിക്കുന്നു. ഗാസ അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ പലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൗകര്യം ഒരുക്കിയാൽ പിന്നെ ഗാസയിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരില്ല എന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഗാസ ഏറ്റെടുക്കും എന്ന് മുൻ പരാമർശത്തിൽ ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് വീണ്ടും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണവുമായി ട്രംപ് രംഗത്തെത്തിയത്. പലസ്തീനിലെ ഭൂമി വിൽപ്പനയ്ക്കുള്ളതല്ല എന്നായിരുന്നു ഹമാസിന്റെ മറുപടി. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണയ്ക്കുകയും ചെയ്തു. ഗാസയിലെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ട്രംപ്. അറബ് രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ജോർദാന്റെയും ഈജിപ്തിന്റെയും ഒക്കെ എതിർപ്പുകൾ വന്നതിന് ശേഷം ഗാസയെ ഏറ്റെടുക്കാനുള്ള നിലപാടിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പിൻവലിക്കാൻ പറ്റുന്ന വാക്കല്ല ട്രംപ് പറയാറുള്ളത്, മറിച്ച് പാലിക്കാൻ പറ്റുന്ന വാക്കാണ് എന്ന നിലപാടിൽ തന്നെ ട്രംപ് ഉറച്ചു നിന്നു. ഗാസയെ ഏറ്റെടുക്കുകയും അവിടെ നിന്ന് 2.2 ബില്യൺ ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ട്രംപ്. ട്രംപിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഇത്രയും ആത്മവിശ്വാസത്തോടെ 2.2 ബില്യൺ ആളുകളെ ആ പ്രദേശത്ത് നിന്ന് മാറ്റാൻ കഴിയുമെന്ന് ഡൊണാൾഡ് ട്രംപിന് എങ്ങനെ പറയാൻ കഴിയും? എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് മാത്രമാണ്. പ്രധാനപ്പെട്ട 3-4 സെറ്റിൽമെന്റുകളിലൂടെ ഗാസയിലെ ഇപ്പോഴത്തെ പലസ്തീനികളെ ഞങ്ങൾ അധിവസിപ്പിക്കുമെന്നും പറഞ്ഞു വെച്ചു. അവർക്ക് അതിമനോഹരമായ വീടുകൾ നിർമ്മിച്ചു നൽകും, കൃഷിസ്ഥലങ്ങൾ നിർമ്മിക്കും, തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കും, ഗാസയിലെ ഇപ്പോഴത്തെ ഭീഷണി അവസാനിപ്പിക്കും, ഭീകരവാദത്തിന് വേരോട്ടം അവസാനിപ്പിക്കും. ഗാസ പിന്നീട് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അമേരിക്ക മാറ്റും. മെഡിറ്ററേനിയൻ കടലിന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും മനോഹരമായ സ്ഥലം, അവിടെ പൂന്തോട്ടം നിർമ്മിക്കും, മനോഹരമായ കടൽ തീരമുണ്ടാക്കും. പിന്നീട് ലോകത്തുള്ള ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി വരാൻ പറ്റുന്ന ടൂറിസ്റ്റ് സ്ഥലമായി ഗാസ മാറും. ഇതാണ് ട്രംപ് വാഗ്ദാനം ചെയ്യുന്നത്. അതല്ലാതെ എവിടെയും പൊട്ടിത്തെറികളും, തലയ്ക്ക് ഓട്ടയിടലും, കൈയെടുക്കലും, കാലെടുക്കലും, നാവെടുക്കലും, കണ്ണ് ചൂഴ്ന്നെടുക്കലും, തല കീഴായി കെട്ടിത്തൂക്കിയിടലും, തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ബന്ദികളെ പാർപ്പിക്കലും, മനുഷ്യന് ഒരിക്കലും സമാധാനമില്ലാത്ത ഒരു ഗാസയെ അല്ല ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്യുന്നത്. ട്രംപും നെതന്യാഹുവും ഒരുമിച്ച് നിന്ന് 2 ഭാഗത്തൂടെയും ഹമാസിന്റെ പ്രതിരോധം മുറുക്കുകയാണ്. ബന്ദികളെ കൈമാറിയിട്ടില്ലെങ്കിൽ ഗാസയിൽ വീണ്ടും യുദ്ധം എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ബന്ദികളെ കൈമാറണം എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ബന്ദി കൈമാറ്റത്തിനില്ല എന്നാണ് ഹമാസിന്റെ നിലപാട്. അതേസമയം വൈറ്റ് ഹൗസിൽ ട്രംപ് ജോർദാൻ രാജാവുമായി കൂടിക്കാഴ്ച തുടങ്ങിയിട്ടുമുണ്ട്. ഇസ്രായേലികളായ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഹമാസ് നിർത്തിവെച്ചിട്ടുണ്ട്. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ഹമാസ് ആരോപിക്കുമ്പോഴും ഇതുവരേക്കും ഇസ്രായേൽ അതിനോട് പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഹമാസിന്റെ പ്രഖ്യാപനം വെടിനിർത്തൽ കരാറിന്റെ സമ്പൂർണ്ണ ലംഘനമാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നു. എന്തിനും തയ്യാറായി നിൽക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ബന്ദികളാക്കിയ എല്ലാവരെയും ശനിയാഴ്ചക്കകം തിരിച്ചയച്ചിട്ടില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കും എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ പിന്തുണച്ചുകൊണ്ടാണ് തൊട്ടടുത്ത അറിയിപ്പുമായി നെതന്യാഹു വരുന്നത്. ഇതോടെ ഗാസ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലായി എന്ന് മാത്രമല്ല, ഹമാസ് കൂടുതൽ പ്രതിരോധത്തിലാകുകയും ചെയ്തു. ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നുണ്ട് ഇല്ല എന്ന് ഹമാസ് ആരോപിക്കുമ്പോഴും ഹമാസിന് ഇതുവരെ അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ നിരത്താൻ സാധിച്ചിട്ടുമില്ല. 3 ആഴ്ചയായി ഇസ്രായേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നു എന്ന് ഹമാസ് പറയുമ്പോഴും കരാർ ലംഘനം ശരിക്കും നടത്തുന്നതും ഹമാസിന്റെ ചതിയും ട്രംപ് നേരത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 3 ബന്ദികളെ ശനിയാഴ്ച ഹമാസ് വിട്ടയക്കുമെന്നൊരു മുൻധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ് ശരിക്കും പറഞ്ഞാൽ കരാർ ലംഘിച്ചത്? നെതന്യാഹു പറഞ്ഞത് ഈ 3 ബന്ദികളുടെ കാര്യമല്ല, മറിച്ച് ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ ആളുകളെയും വിട്ടയക്കണമെന്നാണ്. നെതന്യാഹു ആവർത്തിച്ച് അതിനൊരു വ്യക്തത വരുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലുമായി വെടിനിർത്തൽ ധാരണ തുടരാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഹമാസ് പ്രതികരിച്ചു. വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നത് ഇസ്രായേലാണ് എന്ന് ഹമാസ് ആരോപിക്കുന്നു. ജനുവരി 19-ാം തീയതി വെടിനിർത്തലിന്റെ 1-ാം ഘട്ടം പ്രാബല്യത്തിൽ വന്നതു മുതൽ ബന്ദികളെ ഹമാസ് വിട്ടയച്ചു തുടങ്ങിയിരുന്നത്രേ. എന്നാൽ വെടിനിർത്തൽ ധാരണ ഇസ്രായേൽ ലംഘിക്കുന്നതായി കാണിച്ച് ബന്ദികളെ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിട്ടയക്കില്ല എന്ന് തിങ്കളാഴ്ച ഹമാസ് പ്രഖ്യാപിക്കുകയായിരുന്നു. അതോടുകൂടിയാണ് ട്രംപ് പ്രകോപിതനായത്. അങ്ങനെയാണ് ഇസ്രായേൽ കുറച്ച് രൂക്ഷമായിട്ടുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ കാരണം. അതേസമയം വൈറ്റ് ഹൌസിൽ ട്രംപ് ജോർദാൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്താണ് എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ജനങ്ങൾ അവരെ മാറ്റി പാർപ്പിക്കരുത് എന്ന തന്റെ രാജ്യത്തിന്റെ നിലപാട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചു എന്ന് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം അറേബ്യൻ രാജ്യങ്ങൾ ട്രംപിനോട് എടുക്കുന്ന ചില നിലപാടുകൾ എന്താണ്? സൗദി പറയുന്നു, ഗാസയെ നോക്കി ഒരിക്കലും ട്രംപ് മഞ്ഞുകൊള്ളണ്ട, അത് നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ ട്രംപ് പറയുന്നു, ഞാൻ ഗാസയും കൊണ്ടേ അടങ്ങും. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ പലസ്തീൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ പ്രസ്താവനയ്ക്ക് ശക്തമായ മറുപടിയുമായി സൗദി അറേബ്യ രംഗത്ത്. ഇക്കാര്യത്തിൽ സൗദി അറേബ്യയുടെ നിലപാട് നേരത്തെ പറഞ്ഞതാണെന്നും അതിൽ നിന്ന് ഒരു മാറ്റവുമില്ലെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പലസ്തീനിലെ ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു സൗദി അറേബ്യ. ട്രംപിന്റെ പ്രസ്താവന വന്ന മണിക്കൂറുകൾക്കകമാണ് സൗദി അറേബ്യയുടെ പ്രതികരണം. അമേരിക്കയുമായി അടുത്ത ബന്ധമുള്ള സൗദി അറേബ്യ ഇത്രയും കനപ്പിച്ചു പറയുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ശക്തമായ ഭാഷയിലായിരുന്നു സൗദിയുടെ പ്രസ്താവന. മാത്രമല്ല, സ്വതന്ത്ര പലസ്തീൻ രാജ്യമില്ലാതെ ഇസ്രായേലുമായി ഒരു ബന്ധത്തിനും ഉണ്ടാകില്ലെന്നും സൗദി വ്യക്തമാക്കി. മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ വഷളാക്കാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിച്ച ട്രംപുമായി ചർച്ച നടത്തിയിരുന്നു. ശേഷം വൈറ്റ് ഹൌസിൽ ഇരു നേതാക്കളും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടു. ഈ വേളയിലാണ് പശ്ചിമേഷ്യയിലെ ചിത്രം മൊത്തമായി മാറുമെന്ന സൂചന ട്രംപ് നൽകിയത്. ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും പലസ്തീൻകാരെ ഒഴിപ്പിക്കുമെന്നും മേഖല വികസിപ്പിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. സ്വതന്ത്ര പലസ്തീൻ രാജ്യം രൂപീകരിക്കുന്നത് സംബന്ധിച്ച് സൗദി അറേബ്യ പ്രത്യേക ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതിന് മറുപടിയായാണ് സൗദി അറേബ്യ രംഗത്ത് വന്നത്. യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പലസ്തീൻ വിഷയത്തിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നിലപാട് വ്യക്തമാക്കിയതായാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. പലസ്തീൻകാരെ അവരുടെ മണ്ണിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിനെ അനുകൂലിക്കില്ല. ഇക്കാര്യത്തിൽ യാതൊരു ചർച്ചയുടെയും ആവശ്യമില്ല. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 18 നടന്ന ഷൂറ കൗൺസിലിലും നവംബർ 11 അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിലും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നിലപാട് വ്യക്തമാക്കിയതാണ്. സ്വതന്ത്ര പലസ്തീൻ രാജ്യമല്ലാതെ ഒരു പരിഹാരവുമില്ല. ജെറുസലേം തലസ്ഥാനമാക്കിയാണ് പലസ്തീൻ രാജ്യം വേണ്ടത്. 1967 അതിർത്തിയാണ് അടിസ്ഥാനമെന്നും സൗദി വ്യക്തമാക്കിയതായാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അറബ് രാജ്യങ്ങളുമായി ഇസ്രായേലിനെ അടുപ്പിക്കുന്ന അബ്രഹാം കരാറിന് 2017 ട്രംപ് തുടക്കമിട്ടിരുന്നു. UAEയും ബഹ്റൈനും മൊറോക്കോയും സുഡാനുമെല്ലാം കരാറിന്റെ ഭാഗമായി ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. ഇനി സൗദി അറേബ്യ കൂടി കരാറിന്റെ ഭാഗമാകണമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് എല്ലാ അറബ് രാജ്യങ്ങളും ഏതാണ്ട് ഗാസയെ കൈവിട്ട അവസ്ഥയിലായിരിക്കുന്നു. ഇനിയും സൗദി മാത്രമാണ് മസില് പിടിച്ചു നിൽക്കുന്നത് എന്നർത്ഥം. കാരണം ട്രംപിനോട് മസില് പിടിച്ചിട്ട് കാര്യമില്ല എന്ന് എല്ലാ അറബ് രാജ്യങ്ങൾക്കും മനസ്സിലായിരിക്കുന്നു. നന്ദി.